നെറ്റിപ്പട്ടവും മാലവട്ടവും തിടുമ്പൊക്കെ കാണാനേ നല്ല ഭംഗിയാണല്ലേ. പക്ഷെ അതൊക്കെ ഉണ്ടാക്കി ഒരു ഡാമേജ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളത് കുറച്ചധികം പ്രയാസമുള്ള പണിയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്കത് ഇന്ന് വരെ ഒരു പ്രയാസമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എനിക്കതൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കഷ്ടപ്പാട് തോന്നില്ല എന്നല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരുപാട് പരിമിതികളുള്ള ഒരാളാണ്. എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സൗകര്യക്കുറവുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ എനിക്ക് ഇന്ന് വരെ ഒരു വിഷമം തോന്നിയിട്ടില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നും കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ആസ്വദിച്ചിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിലൊരിക്കലും ഒരു മടുപ്പ് തോന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇന്ന് ഈ ഒരു നെറ്റിപ്പട്ടം കൊറിയർ ചെയ്യണം കേട്ടോ. ഇതൊരു 3 അടി വരുന്ന നെറ്റിപ്പട്ടമാണ്. പക്ഷെ 3 അടിയേക്കാളും വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിപ്പം കൂടുതലൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് തിടമ്പുകളും ഒക്കെ കൊറിയർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ പുറകിലേക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വർക്കുകൾ നമുക്ക് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ പാക്കിങ് നമുക്ക് ചില സമയത്തൊക്കെ ഒരു മടുപ്പ് തോന്നും ഉണ്ടാക്കുന്നതിനേക്കാൾ. ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചോറും കറിയൊക്കെ വെക്കാതെ വിളമ്പാനാണ് പാടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പാക്ക് ചെയ്ത് അയക്കാനാണ് പാടുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്കിത് പാക്ക് ചെയ്താലല്ലേ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പാക്ക് ചെയ്തേ നിവർത്തിയുള്ളൂ. അപ്പോൾ കുറച്ച് ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർഡ്ബോർഡിലൊക്കെ ആക്കി പാക്ക് ചെയ്യുമ്പോൾ പിടിച്ചു തരാനൊക്കെ ഒരാളുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്പാണ്. ഇത് തന്നെ ചെയ്യുമ്പോൾ കുറച്ചധികം പണിയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഒരു കോഡ് സെറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കൊറിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് ഒരുമിച്ച് അത് ഒരു അഡ്രസ്സിലേക്ക് തന്നെയാണ്. അപ്പോൾ അത് ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യുന്നത്. പിന്നെ പുറകിൽ ഇങ്ങനെ വിടാനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. തിടമ്പ് തന്നെ കുറേ വിടാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ തീർത്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇടാമെന്നുള്ളത്. അതൊക്കെ നമ്മളുടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് കിടക്കുന്നുണ്ട്. നെറ്റിപ്പട്ട ഉണ്ടാക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഇതിപ്പോൾ നമുക്കതിൻ്റെ ഒരു ബേസ് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാനുള്ളത് വളരെ എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ ഒരു ബേസ് നമ്മൾ എന്തെങ്കിലും ട്യൂട്ടോറിയലൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുക. പിന്നെയൊക്കെ നമ്മളുടെ ഐഡിയയാണ്. നമ്മളുടെ ഐഡിയ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ തിടമ്പൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കി വന്നൊരു സാധനമാണ്. പക്ഷെ അതിനെനിക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടി. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുപോലെ നമ്മളുടെ ഐഡിയയിൽ തോന്നുന്ന പല ഐഡിയാസുകൾ ഇങ്ങനെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. സമയത്തിൻ്റെ ഒരു കുറവ് കാരണം എനിക്കതൊന്നും ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്നില്ല. പതുക്കെ എല്ലാം ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്.